അനിമൽ കണ്ടു. ഇത്രയൊക്കെ കോൺട്രവേഴ്ഷ്യലായൊരു സിനിമ 2023 ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓഫ് കോഴ്സ് ഇത് പൊളിറ്റിക്കലി കറക്റ്റ് മൂവി അല്ല. ബട്ട് എല്ലാ മൂവിയും പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയുമല്ല. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂസിനെ പറ്റി. അപ്പം അതും കുറച്ച് നോട്ട് ചെയ്തോ പറയാം. Why the need for so much gruesome, graphic violence? Because it's so much fun, Chan. Get it? I agree, Tarantino साहब. I completely agree, but only in fiction. ये मूवी सिर्फ तभी एंजॉयबल है व्हेन यू होल हार्टेडली बिलीव कि सारे कैरेक्टर्स फिक्शनल है. लेकिन प्रॉब्लम ही तो यही है ना कि द कैरेक्टर्स एंड व्हाटएवर दे आर डूइंग कैन बी डन एंड इज बीइंग डन. गन वायलेंस इज अ रियल थ्रेट. किसी का भी दिमाग खराब होगा तो वो कट्टा चला देगा, चाहे वो गुड़गांव हो या वासेपुर. ये बहुत ही ज्यादा पॉसिबल है. പുള്ളിക്കാരത്തി പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൽ നടക്കുന്നതെല്ലാം റിയലായിട്ട് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗണ്ണ് വെച്ചിട്ടുള്ള സീക്വൻസ് ആയാലും എന്ത് തന്നെയായാലും ഒരു ഫിക്ഷണൽ സ്റ്റോറി അല്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് എഗ്രി. കാരണം ഫിക്ഷണൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉടനെ അത് റിയൽ ആവില്ല. റിയൽ എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റോറി പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഹാപ്പൺ ചെയ്തിരിക്കുന്ന ഇൻസിഡൻ്റ് ആകുമ്പോഴാണ് അത് റിയൽ സ്റ്റോറി പറയുന്നത്. ഇത് പ്യൂർലി ഫിക്ഷണലാണ്. കാരണം ഇത് എവിടെയും നടന്നിട്ടില്ല. ഒരു ആളുടെ ഹെഡിൽ മാത്രം ഉണ്ടായ ഒരു ഇമാജിനേഷനാണ്. അതിനെയാണ് ഫിക്ഷണൽ സ്റ്റോറി എന്ന് പറയാം. പിന്നെ വേറൊരു വീഡിയോ ഉണ്ടായാലും പറയേണ്ട ലൈക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ടോക്സിസിറ്റി, ലൈക്ക് മെയിൽ ഷോണിസ്റ്റ്, ആൽഫ മെയിൽ, ആ ഒരു ടിപ്പിക്കൽ സംഭവം, വയലൻസും ഒക്കെ ഒരു പരിധി വരെ ഓവറാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ പുള്ളിക്കാരൻ പറയണത് ഇതൊരു ലൈക്ക് അൺഹെൽത്തി ഫുഡിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരിക്കൽ നമ്മൾ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ സ്ഥിരം ഇങ്ങനത്തെയുള്ള ഫുഡ് നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അതേപോലെ ഇത് ഇങ്ങനെയുള്ള മൂവീസും ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്താൽ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. Me and my brother never became gangsters after watching Parinder. अब देखो दोस्तों, वही बात है जैसे कुछ लोग कहते हैं ना कि देखो मैं तो डीप फ्राइड छोले भटूरे खाता हूं जिससे कि हार्ट अटैक का रिस्क बढ़ जाता है, कोलेस्ट्रॉल खराब हो जाता है, लेकिन मैं तो अभी जिंदा हूं, मुझे तो कोई हार्ट अटैक हुआ नहीं. पॉइंट यहाँ पर ये है कि एक प्लेट डीप फ्राइड छोले भटूरे खाने से किसी को हार्ट अटैक नहीं आएगा, लेकिन दिन प्रतिदिन, हफ्ते भर हफ्ते, साल भर साल अगर डीप फ्राइड चीजें खाते रहोगे तो जरूर किसी दिन हार्ट अटैक आ सकता है और हार्ट अटैक का रिस्क बहुत ज़्यादा बढ़ जाएगा. Which is kind of right, but നമ്മളിപ്പോൾ ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ട് നടക്കില്ലല്ലോ. ഈവൻ ദോ നമുക്കൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ട് ഇത് ദിസ് ഈസ് ജസ്റ്റ് മൂവി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കാണണമെങ്കിൽ ഇറ്റ് ഡസൻ എഫക്റ്റ് യു മച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൾട്ടിമേറ്റ്ലി എ പേഴ്സണൽ ചോയ്സ്. പിന്നെ പറയണ്ടായി ഇപ്പോൾ നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് ഇങ്ങനെയുള്ള വയലൻറ്റ് മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് പാർഷ്യലി റൈറ്റ്. ബട്ട് വയലൻറ്റ് മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഫ്ലോപ്സ് ഒരുപാടുണ്ട്. ചുമ്മാ വയലൻസ് ഇട്ട് കുത്തിക്കേറ്റ് നിറച്ചൊന്നും അത് ഹിറ്റാകത്തില്ല. ഇതിൻ്റെ സ്ട്രോങ് പ്ലോട്ട് ആൻഡ് സ്റ്റോറി ലൈൻ ടു മേക്ക് ഫിലിം ബെറ്റർ. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സ്റ്റോറി ഫസ്റ്റ് എനിക്ക് കണ്ടത് മറ്റേ നമ്മുടെ വാരിസല്ലേ, അതിൻ്റെ ഒരു ചെറിയ റിസംബ്ലൻസ് ഉണ്ട്. നോട്ട് ഓഫ് ഹീറോസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ കുറച്ച് സിമിലറാണ്. ലൈക്ക് ഒരു റിച്ച് ഡാഡ് അതിൻ്റെ സൺ അബാൻഡൻഡ്, ആ ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, എന്നിട്ട് അവൻ്റെ ബിസിനസ് നോക്കി നടക്കും. ആ ഒരു സംഭവമാണ്. ബട്ട് വാരിസ് ഫെയിലിയറായത് എൻ്റെ പുവർ സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും ഭയങ്കര സോളിഡാണ്. നമുക്ക് എവിടെയും ഒരു എക്സാജുറേഷൻ ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ വാരിസിൽ ചുമ്മാ അവൻ്റെ ഒരു ഒറിജിനസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോട്ട്സ് ഉണ്ട്. അതായത് അതിൻ്റെ വീടും അവിടെയുള്ള ആൾക്കാരിൻ്റെ ഇതായാലും എല്ലാം ഒരു എക്സാജുറേറ്റ് ആയിട്ട് കാണിക്കുന്നു. ലൈക്ക് കുറേ വൈഡ് ഷോട്ട് വയ്ക്കുക, ഒരു ആ ഒരു
വീടിൻ്റെ എസ്തെറ്റിക് ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ എന്നുള്ള സീനിന് വേണ്ടത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ചെറിയ ഒബ്ജക്റ്റ്, ഒരു വലിയൊരു കേക്ക് ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് അതിൽ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതൊരു ചുമ്മാ ഒരു ഒക്കേഷനായിട്ട് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു സെലിബ്രേഷൻ. പക്ഷെ അതിൽ പഞ്ചമിന് ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിപ്പോൾ ലൈക്ക് റൺ വിജയമായിട്ട് വന്നിട്ട് ഇതെന്തെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെ പേര് കൂടെ എല്ലാവർക്കും അറിയില്ല, പിന്നെ എന്തിനായാലും വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മേക്സിനും ആ ഒരു ഫ്ലോവും കളയില്ല. പിന്നെ വന്നിട്ട് പറയണില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അതിപ്പോൾ നമ്മുടെ ആറാട്ട് കണ്ടില്ലേ, അതിൽ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറേ ഡബിൾ മീനിങ് ജോക്സ് കുത്തിക്കറ്റും. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്. സീ പൊളിറ്റിക്കലി കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂവി പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുക. ഡസൻ റിക്വയർ, അതായത് അതൊരു നിർബന്ധമൊന്നുമല്ല, അതായത് സൊസൈറ്റീൻ്റെ റിഫ്ലക്ഷനാണ്. അത് മൂവിയിൽ അഡാപ്റ്റ് ചെയ്തത് നല്ലത്. എൻറ്റയർലി അപ് ടു ഡയറക്ടേഴ്സ് കോൾ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഓക്കെ. കാരണം ഇതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ് റിവോൾവ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടർ ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ പടത്തിനെയും പോലെ ഇങ്ങനെയുള്ള ഹീറോസ് ട്രാൻസ്ഫോം ചെയ്ത് നല്ലൊരാളാണത് ഇറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ. അതിലും ബ്രേക്ക് ചെയ്തിട്ടാണ് സന്ദീപ് റെഡ്ഡി കൊണ്ട് ചെയ്തിരിക്കുന്നത്. മൂവി അങ്ങനെയാണ് കിട്ടിയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കാണ്. ഈ ഒരു രക്ഷയില്ല കേട്ടോ, മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള മ്യൂസിക്, അതിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ മീനിങ് ആയിക്കോട്ടെ, ഒക്കെ ആ സിറ്റുവേഷൻ കറക്റ്റായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എനിക്കിതിപ്പോൾ 3.5 മണിക്കൂർ ഒന്നും പോയത് അറിഞ്ഞില്ല. കാരണം അത്രയും സ്മൂത്തായിരുന്നു എൻ്റെ സ്ക്രീൻ പ്ലേ. ഓഫ് കോഴ്സ് രൺബീർ കപൂർ ജാതി ആക്ടർ. ഞാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്കാരനെ റോക്ക് സ്റ്റാറിൽ കാണും. ഐ ഡിഡ്ന്റ് സീ ദിസ് കൈൻഡ് ഓഫ് വയലൻസ്, ദിസ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഇൻ ഹിം. So this was my childhood favorite, and then that's why I think this was so relatable. ഇതൊരു എന്താ പറയുക, ലൈറ്റ് ഷീറ്റ് ആയിട്ട് നമ്മളൊരു കണ്ടീഷണൽ മൈൻഡായിട്ടല്ലാണ്ട് ചുമ്മാ ഒരു പടം കാണുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ.